ഹേ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ കോളേജ് ട്രിപ്പ് പോവുകയാണ്. ആദ്യമായി കുറ്റ്യാടിയിൽ നിന്ന് KSRTC കയറി അവിടുന്ന് വടകരയ്ക്ക് ഇറങ്ങി ഞങ്ങൾ. അങ്ങനെ വടകരയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. വടകരയിൽ നിന്ന് പാലക്കാടേക്കുള്ള ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. പിന്നെ അവിടുന്ന് പാലക്കാട് നിന്ന് സെക്കൻഡറി ഹൈദരാബാദിലേക്ക്. അങ്ങനെ ഈ ട്രെയിനിൽ നല്ല രസമാണ് മക്കളെ നമ്മുടെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ. അങ്ങനെ കുറേ തെലുഗു ഫാമിലീസിനൊക്കെ അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദിലെത്തി. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇങ്ങനെ സ്നാപ്പ് എഫക്റ്റൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ചാർമിനാറിലായിരുന്നു. ചാർമിനാർ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. എസ്പെഷ്യലി അവിടെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ലോക്കൽ ഷോപ്പുകളാണ്. അവിടെ നമുക്ക് ഇഷ്ടംമാതിരി കമ്മലുകളും മാലകളും വളകളും ഒക്കെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ലുബിനി പാർക്കിൽ ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. അടിപൊളിയാണ് ലേസർ ഷോ കാണാൻ. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് ചെറുപ്പത്തിലെ വൃന്ദാവൻ ഗാർഡൻസിലെ ലേസർ ഷോ കണ്ടൊരു ഓർമ്മ എനിക്ക് ചെറുതായിട്ടുണ്ട്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് നമ്മുടെ ഹൈദരാബാദിലെ ലുബിനി പാർക്കിലെ ലേസർ ഷോ കാണുന്നത്. അങ്ങനെ പോപ്കോണൊക്കെ കഴിച്ച് ഇങ്ങനെ ലേസർ ഷോ ഇങ്ങനെ കാണുകയാണ്. നല്ല രസമാണ്. നൈറ്റിൽ പ്രത്യേകിച്ച് നൈറ്റിൽ നമ്മളിങ്ങനെ ലേസർ ഷോ ഒക്കെ കണ്ട് ഇങ്ങനെ പോപ്കോണൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. പിറ്റേന്ന് രാവിലെയായി ഞങ്ങൾ റാമോജിലേക്ക് പോവുകയാണ്. അങ്ങനെ അതിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യമൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ റാമോജിയിൽ എത്തി. അവിടുത്തെ വണ്ടിയാണിത്, റാമോജിയിലെ വണ്ടിയാണ്, ബസ്സാണ്. അപ്പോൾ അല്ലു അർജുനെയും രാം ചരനെയും വിജയ് ദേവരകൊണ്ടനൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളിതാ റാമോജിയിലേക്ക് എൻട്രി ചെയ്യാണ്. അങ്ങനെ റാമോജിയിലേക്ക് ഞങ്ങൾ അങ്ങനെ എൻട്രി ചെയ്തു. എന്ത് രസമാണെന്നറിയോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എൻട്രി തന്നെ അടിപൊളിയാണ്. ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ വെൽക്കം ഡാൻസ് ആയിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും 9:30 തന്നെ, രാവിലെ 9:30 മണിക്ക് തന്നെ നിങ്ങൾ റാമോജിയിൽ എത്തിച്ചേരാൻ നോക്കുക. അവിടെ വെൽക്കം ഡാൻസ് ഉണ്ടാവും. നമ്മളിപ്പോൾ വെൽക്കം ഡാൻസ് കാണാനാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനെ ചുവപ്പും വെള്ളയും തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഞങ്ങൾ പമ്പ ട്രാവലേഴ്സ് ആൻഡ് ടൂറിസംസിൻ്റെ പാക്കേജിലൂടെയാണ് ഞങ്ങൾ ഹൈദരാബാദിലേക്ക് പോയത്. അപ്പോൾ ഹൈദരാബാദിൽ അവരുടെ പാക്കേജാണ് ഞങ്ങൾ എടുത്തത്, പമ്പ ആൻഡ് ട്രാവൽ ടൂറിസംസിൻ്റെ. അടിപൊളിയാണ് മക്കളെ. നിങ്ങൾ എന്തായാലും പമ്പ ട്രാവൽ ആൻഡ് ടൂറിസംസിൻ്റെ പാക്കേജിൽ പോവാം. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള റാമോജിയുടെ വെൽക്കം ഡാൻസ് ഫസ്റ്റ് ഓഫ് ഓൾ തുടങ്ങാൻ പോവാണ്. അപ്പം നിങ്ങൾക്കിത് കാണുന്നുണ്ടാവും. ആരുടെയൊക്കെയോ തലയുടെ പിന്നെ കൂടെയൊക്കെയാണ് ഞാൻ ഈ ക്യാമറ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഡാൻസ് കാണിച്ച് തരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. ഭയങ്കര വെയിലാണേ. ഫസ്റ്റ് ഓഫ് ഓൾ ഹൈദരാബാദിൽ ഭയങ്കര വെയിലാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ കുടയും പിന്നെ മാസ്കും തൊപ്പിയും എല്ലാം ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ വെൽക്കം ഡാൻസ് കണ്ടോളൂ. ആ 2 മെയിൻ എൻട്രൻസ് ഉണ്ട്. അത് 2 വാതിൽ നിങ്ങൾ കണ്ടില്ലേ? ആ 2 വാതിലിൻ്റെ ഇടയിൽ ഡാൻസ് കളിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. അവരുടെ തെലുങ്കാന പറ്റിയിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് വേറെ ഡാൻസ്, ഭയങ്കര തിരക്കാണ്. പിന്നെ അവിടുത്തെ ഒരു ബസ് കയറി. ഗൈഡ് എന്തൊക്കെയോ പറയാണ്, ഹിന്ദിയിൽ എന്തൊക്കെയോ പറയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ആകെ മനസ്സിലായത് കുറേ ആക്ടേഴ്സിൻ്റെ പേരിങ്ങനെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഷാരൂഖ് ജി ദീപിക ചേച്ചിനെ കൊണ്ടുപോകുന്ന ടെമ്പിള് അവിടെയാണെന്നും, പിന്നെ നമ്മുടെ വിദ്യാജിയിലെ നമ്മുടെ ഹുലന ഹുലന അതൊക്കെ സോങ്ങൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം ഇവിടെയൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ മലയാളത്തിലെ ഡാർലിംഗ് ഡാർലിംഗ് മൂവി, പിന്നെ അതുപോലെ തന്നെ അമർ അക്ബർ അന്തോണി, അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒരുപാട് മൂവീസ് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത്. പിന്നെ ഒരുപാട് സെറ്റുണ്ട്. നമ്മുടെ താജ്മഹലിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ അവിടെ ഷൂട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഏതോ ഫിലിമിൻ്റെ ഷൂട്ടാണ്. ഈ ബസ്സിലിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. റാമോജിയിലൊരു റെഡ് കളർ ബസ്സുണ്ട്, അടിപൊളിയാണ്. അതിൽ നമ്മൾ സൈഡ് സീറ്റ് തന്നെ ഇരിക്കാൻ നോക്കുക. എന്നിട്ട് ഞാൻ ഫോണും കൊണ്ട് ഇങ്ങനെ അത് കണ്ടോ, അത് നമ്മുടെ RBI ആണ്.
ഇതാ ആ സ്റ്റെപ്പ് കണ്ടു നിങ്ങൾ, ആ സ്റ്റെപ്പാണ് നമ്മുടെ ചെന്നൈ എക്സ്പ്രസ്സിൽ ഷാരൂഖ് നമ്മുടെ ദീപിക ചേച്ചിനെയും കൊണ്ടുപോകുന്ന ടെമ്പിള്, എടുത്തുകൊണ്ട് പോകുന്ന ടെമ്പിള്. ഇത് എനിക്ക് തോന്നുന്നു RB ആണെന്ന് തോന്നുന്നു, RB ആയിരുന്നു, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെറ്റാന്ന് തോന്നുന്നു. പിന്നെ നമ്മളിങ്ങനെ പോവാണ്, വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. ഗൈഡ് എന്തൊക്കെയോ ഹിന്ദിയിൽ പറയുന്നുണ്ട്, ആരൊക്കെയോ എന്തൊക്കെയോ ചിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ കോമഡിയൊക്കെ പറയുന്നുണ്ട്, നമുക്കൊന്നും തിരിയുന്നില്ല. നമ്മളിങ്ങനെ പുറം കാഴ്ചകൾ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പിടിക്കുകയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ റാമുജിയിൽ 2 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യണം, എന്നാലേ എല്ലാം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇത് സെറ്റിട്ട ജയിലാണ് കേട്ടോ, സെറ്റിട്ട ജയിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് 2 ദിവസം നിങ്ങൾ റാമുജിയിൽ സ്പെൻഡ് ചെയ്യണം. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട്, അതായത് രാവിലെ 9:00 പോയി വൈകുന്നേരം 5:30 മണിക്കാണ് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടത്, അതായത് ഇറങ്ങിയത്. ഇത് ഇപ്പം പോകുന്നത് നമ്മുടെ ഇവിടത്തേക്കാണ്, മഹാഭാരതം സെറ്റിലേക്കാണ്. കണ്ടോ സ്റ്റാറ്റു ഒക്കെ കണ്ടോ? ഓക്കെ ഇതാ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഇതാ, എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. ഓക്കെ നമ്മളിപ്പോൾ ഇതാ മഹാഭാരതം സെറ്റിലേക്ക് നമ്മളിങ്ങനെ എൻട്രി ചെയ്തു. അപ്പോൾ നിങ്ങൾക്കൊരു കൃഷ്ണനൊക്കെ ഞാൻ കാണിച്ചത്, അത് നടുക്കുള്ളത് കൃഷ്ണനാണ് കേട്ടോ, മൈപ്പിലൊക്കെ ചൂടിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ എല്ലാ പ്രതിമകളും ഇങ്ങനെ തലകൊണ്ട് ഇങ്ങനെ ഒരു ഷേക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾ എത്രത്തോളം ആ ക്യാമറയിൽ പതിയുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, മാക്സിമം നോക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഭയങ്കര തിരക്കാണ് റാമുജിയിൽ. നമ്മുടെ ട്രെയിൻ സെറ്റ് വന്നു മക്കളെ, ട്രെയിൻ സെറ്റ് വന്നു. ഭയങ്കര പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഈ റീൽസൊക്കെ ചെയ്യാമെന്ന്, മറ്റേ തുജേ ദേഖാ തോ ഈ ജാനാസനം, അതൊന്നും നടന്നില്ല. ഇതാ നമ്മൾ പ്രതീക്ഷിച്ച ബാഹുബലി സെറ്റിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. അടിപൊളിയാണ് മക്കളെ. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ആ വാതിൽ കിടന്ന് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ആ ബീജാണ്, ബാഹുബലി മ്യൂസിക്കിലെ ഓരോ ബീജ് അവർ വെക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. നമ്മൾ റെഡിക്ക് അവിടെ എത്തിയ പോലെ. അതാ പൽവാൾ ദേവൻ്റെ തല ഇതാ വെട്ടിയിട്ടത് അവിടെ നിൽക്കുന്നു, പൽവാൾ ദേവൻ എല്ലുള്ളി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഐറ്റം ഡാൻസിൻ്റെ ആ ഏരിയയിലേക്കാണ് പോയത്, ആ സെറ്റിലോട്ടേക്കാണ് നമ്മൾ പോയത്. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പിലേക്കൊക്കെ കയറി എനിക്കൊന്ന് നമ്മുടെ ഫിദ മൂവിയിലെ നായകൻ്റെ ഏതോ ഐറ്റം ഡാൻസിൻ്റെ എന്തോ സെറ്റായിരുന്നു അവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മളിതാ നമ്മുടെ എയർപോർട്ടിലേക്ക് പോയി, എയർപോർട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറുകയാണ് മക്കളെ, ഫ്ലൈറ്റിൽ കയറുകയാണ്. ആദ്യമായിട്ട് ഇതാ സെറ്റിട്ട ഫ്ലൈറ്റിൽ ഇതാ കയറുന്നു. പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ ഇപ്പം വിൻഡോ സീറ്റ് തന്നെ ഇരിക്കാൻ വേണ്ടി ഞാൻ നോക്കി, അങ്ങനെ വിൻഡോ സീറ്റ് എനിക്ക് കിട്ടി. എൻ്റെ ഇപ്പോൾ ഉള്ളത് ശ്രീവിദ്യയാണ്. അപ്പോൾ ഇനി കുറേ എഫക്റ്റൊക്കെ ഇടുക എന്ന് വിചാരിച്ചു. യോ ഇതാ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചു. ഓക്കെ സെറ്റായി. വീണ്ടും നമ്മളിതാ വണ്ടിയിലേക്ക് റാമുജിയിലെ ബസ്സിലേക്ക് കയറി വീണ്ടും കാഴ്ചകൾ കാണാൻ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവാണ് മക്കളെ, പോവാണ്. ഇനി പോകുന്നത് നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡൻസിലേക്കാണ്. ഇവിടെ ഒരുപാട് നമുക്ക് കാണാനുണ്ട്, കുറേ പക്ഷികളും ഒക്കെ നമുക്ക് കാണാനുണ്ട്. പിന്നെ കുറേ ബട്ടർഫ്ലൈസും പൂന്തോട്ടങ്ങളും ഒക്കെയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ വന്നിട്ട് തീർച്ചയായിട്ടും നമ്മുടെ റാമുജി ഫിലിം സിറ്റിയിൽ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വ്ളോഗൊക്കെ എടുക്കണമെന്ന്. അതിപ്പോൾ ഹൈദരാബാദിലെ റാമുജി തന്നെ ഫസ്റ്റ് ആ വ്ളോഗ് തന്നെ ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വ്ളോഗൊക്കെ എടുക്കാൻ വിചാരിച്ചത്. താറാവതാ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പഞ്ചവർണ്ണ തത്തയാന്ന് തോന്നുന്നു, ഏതോ തത്ത. അതാ വീണ്ടും തത്ത, മഞ്ഞയും നീലയും ഒക്കെ ഉള്ള തത്ത. ഹൈ ഇതാ ഒട്ടക പക്ഷി. എന്താ ഒട്ടകപക്ഷി. ദെൻ പിന്നെ പോയത് ഒരു ബുദ്ധ സ്റ്റാറ്റ്യൂയുടെ ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്കാണ് പോയത്. അവിടെ നമുക്ക് എന്തൊക്കെയോ കാണാനുണ്ട്, എന്തൊക്കെയോ ഒരു പ്രതിമ നമ്മളോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ പോയിട്ടുള്ളത് കുറേ ഡോളൊക്കെ വെച്ചിട്ടുള്ള അവർ ഡാൻസ് കളിക്കുന്നതും രാജകുമാരനും രാജകുമാരികളും ഒക്കെ ഉള്ള ഒരു പ്ലേസിലേക്കാണ്. പിന്നെ നമ്മുടെ ഫിലിം ഷൂട്ടും ഇതൊക്കെ ഒരു ഡോള് വെച്ചിട്ട് അവർ സെറ്റ് ചെയ്ത, സത്യം പറഞ്ഞാൽ അവരുടെ ആ ടീം എഫേർട്ട് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അത്രയ്ക്കും മനോഹരമായിട്ടാണ് നമ്മൾ ഓരോ ഡോളിൻ്റെയും ആ ശൈലികൾ അവർ നമുക്ക് തന്നിട്ടുള്ളത്.
നല്ല രസമാണ് കാണാൻ. ഇതാ ഈ മഞ്ഞിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ റെഡിക്ക് ഭയങ്കര ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ റെഡിക്ക് ഒരു മണാലിയിലൊക്കെ പോയ ഒരു ഫീലാണ് ഇതിലൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ. ഞങ്ങളുടെ നേരെ മുന്നിൽ ഉണ്ടായിരുന്നത് തെലുങ്കു ഫാമിലിയാണ്, അവർ മക്കളാണ്. നമ്മൾ അതാണ്ടോ അപ്പുറത്ത് ഇതാ ഷാദി നടക്കുകയാണ്. ഇതാ അപ്പുറത്ത് ഇതാ ഗിറ്റാറും കൊണ്ട് എന്തൊക്കെയോ കളിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഏതോ തെലുങ്കു ഫാമിലിയാണ്. പിന്നെ ഇത് മക്കളെ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു പ്രോഗ്രാമാണിത്. റാമോജിയിൽ വന്നിട്ട് ഈ ഡാൻസ് ഷോ നിങ്ങൾ എന്തായാലും കാണണം. തുടക്കം തന്നെ നമ്മുടെ ബാഹുബലിയുടെ കുറച്ച് സീൻസൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് ബാഹുബലിയുടെ ഡാൻസാണ് അടുത്ത വരുന്നത്. അത് അടിപൊളിയാണ്. ഒരു ചേട്ടൻ അടിപൊളിയായിട്ട് ബാഹുബലി ഡാൻസൊക്കെ കളിക്കും. നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ആ ചേട്ടൻ്റെ ഡാൻസ് തന്നെയായിരുന്നു രാവിലെ നമ്മുടെ വെൽക്കം ഡാൻസിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ബാഹുബലി ഒരു സിനിത അതാ ചേട്ടൻ അടിപൊളിയാണ് കേട്ടോ ഡാൻസ്. പെട്ട ബാഹുബലി ഡും 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 ഇങ്ങനെ ഓടി വരുമ്പോൾ ഒക്കെ അടിപൊളി. നമ്മളിപ്പോൾ ഈ റാമോജിയിലെ വെയിലൊക്കെ കൊണ്ട് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് ഇതെന്തായാലും നമുക്ക് അടിപൊളി ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. നല്ല രസമാണ് ഇവരുടെ ഡാൻസൊക്കെ കാണാൻ. റെഡിക്ക് നമ്മളിപ്പോൾ ഈ ഒരു അവാർഡ് ഫംഗ്ഷനിലൊക്കെ പോയ അതേ ഒരു ഫീലിംഗ് തന്നെയാണെന്ന് തോന്നുന്നു. അതെ എടുത്തത് ഒരു നമ്മുടെ ചൈന ഡാൻസാണ്, ചൈനക്കാരുടെ ഡാൻസാണ്. ഇതൊക്കെ നമുക്ക് നല്ല രസമാണ്. ബേക്കൊക്കെ എന്താണ് ഭയങ്കര ഇങ്ങനെ വാവ് എല്ലാവരും വാവ്. പിന്നെ കുറേ കൂക്കിയൊക്കെ ഉണ്ട് കേട്ടോ. അത് കൂക്കി എന്ന് പറയുന്നത് നമ്മുടെ പ്രചോദനത്തിൻ്റെ കൂക്കിയാണ്, നമ്മുടെ മറ്റേ കൂക്കിയല്ല. ദെൻ അടുത്തത് നമ്മുടെ ഇവരുടെ ഡാൻസാണ്. അത് ബെല്ലി ഡാൻസ് പോലെ. ഇതും നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ ഈ പാട്ടായിരുന്നു. ഞാൻ പാട്ട് പാടുന്നില്ല, മ്യൂസിക് ഇട്ടുതരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസാണിത്. നമ്മുടെ ബാഹുബലിയുടെ തന്നെ സോങ്ങില്ലേ ആ സോങ്. സാഹസികം എന്നൊക്കെ പറയുന്ന മക്കളെ അതിസാഹസികമാണ് ഇവരുടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസ് എനിക്കിതാണ്. നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞു പോവും. ആ റോപ്പ് കൂടിയുടെ ഒക്കെ ഉള്ള അവരുടെ ആ ഡാൻസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയും തോന്നും, പിന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ടി വിയിലൂടെയൊക്കെയാണ് കണ്ടത്. അത് ഇതിപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. അതൊക്കെ ഭയങ്കര ഇതാണ്, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. ഇതൊക്കെ കാണേണ്ടതാണ് നേരിട്ട് കാണുമ്പോൾ. എൻ്റെ അമ്മേ ഞാൻ പറഞ്ഞ് എന്താ ഞാൻ പറയേണ്ടത്, നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് കാണുക. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് ഞാനിങ്ങനെ ഇതിൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. ഇത് ഞാൻ എൻ്റെ യൂട്യൂബിലെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണണമെങ്കിൽ. ദെൻ പിന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ ഡാൻസ്, അവർ കഥക്കിൻ്റെ കോസ്റ്റ്യൂമൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളെ ആ ടീംസാണ് കേട്ടോ. നമ്മുടെ നേരത്തെ മറ്റേ ഐറ്റം ഡാൻസ് പോലത്തെ ബെല്ലി ഡാൻസ് കളിച്ച ആ ടീം തന്നെയാണ് കളിക്കുന്നത്. ഇത് അവർ വേഗം കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഭാരതത്തിൻ്റെ ഡാൻസ് കളിക്കുകയാണ്. ലാസ്റ്റിലത്തെ ഡാൻസാണിത്. നല്ല രസമാണിത് കാണാൻ. അവരുടെ കോസ്റ്റ്യൂംസും ആ ലൈറ്റിൻ്റെ എഫക്റ്റും ഒക്കെ കാണുമ്പോൾ നല്ലൊരു ഫീൽ തന്നെയാണ്. നമ്മുടെ റാമോജിയിൽ ആ വെയിലൊക്കെ കൊണ്ട് ഇവരുടെ ഡാൻസ് കാണുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. ദെൻ നമ്മുടെ ലാസ്റ്റിലേത് ഷോ ആണ് സ്റ്റെൻഡ് ഷോ മക്കളെ. ഇത് ഡോൺ മിസ് ഇറ്റ്, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. റാമോജിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റിലേത്തെ ഷോ ആണ്. ഒരുപാട് പേരുണ്ട് ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ആ ഒരു റോപ്പ് കണ്ടോ, മേലെ ഒരു റോപ്പ് ഉണ്ട്, അതിലൂടെ കൂടെയുള്ള ഒരു സ്റ്റെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ തലയുടെ മേലെ കൂടെയായിരുന്നു ആ സ്റ്റെൻഡൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ്. അങ്ങനെ റാമോജിയുടെ എല്ലാ ഷോസും ഞങ്ങൾ കണ്ടു. ഇതാ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് റാമോജിയിലെ എല്ലാ സൈറ്റുകളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂ. ഇത് നമ്മുടെ ഈ ഐറ്റം ഡാൻസിൻ്റെ ഏരിയ ആണ് കേട്ടോ. അത് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ റാമോജിനോട് ടാറ്റ പറഞ്ഞു. ഇതാ നൈറ്റ് ഇതാ ഞങ്ങൾ റീൽസൊക്കെ ചെയ്യാണ്. ഇതെങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല, എന്നോട് ഇത് ആഡ് ചെയ്ത് പോയതാണ്. രാത്രിയായപ്പോൾ ഞങ്ങൾ റീൽസൊക്കെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത്. കാരണം ഹൈദരാബാദിലെ ലാസ്റ്റ് നൈറ്റാണ് ഞങ്ങളിത്.
മറ്റേ ഈ ഭ്രമരത്തിലുള്ള സോങ്ങില്ലേ, കുഴലൂതും പൂന്തന്നലെ മഴലോ ചാർത്തിക്കൂടെ വരുമോ, ആ സോങ്ങിൻ്റെ ഒരു 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 ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെങ്ങനെയോ വന്നു പോയതാണ്. ഇത് ഞാൻ യൂട്യൂബിൽ ആഡ് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. അതാ നമ്മുടെ നമ്മുടെ അങ്ങനെ 3rd ഡേ ആയി. ഫസ്റ്റ് രാവിലെ തന്നെ ഞങ്ങൾ ഗോൾക്കൊണ്ട ഫോർട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇതും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ഹൈദരാബാദിൽ വന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ഹൈദരാബാദ് സിറ്റി മൊത്തം നമുക്ക് കാണാം. പിന്നെ ഇതാ ഞങ്ങളുടെ ലാസ്റ്റിലത്തെ എന്താണ് ഒരു വാക്കിംഗ് വീഡിയോ സാറിനോട് എടുക്കാൻ പറഞ്ഞാണ്. അങ്ങനെ അതാ സ്റ്റെപ്പൊക്കെ കീഴ് ഞങ്ങൾ വരുന്നു. അങ്ങനെ ഇതാ നമ്മൾ എന്താണ് ട്രെയിനിൽ കയറി നൈറ്റായി അടിച്ച് കളിക്കുകയാണ്. ഞാൻ ഇത് ഇതിൻ്റെ ഇടയിലുണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ. ഞങ്ങളെ കൈയൊക്കെ നല്ലോണം ചോന്ന് തടിച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് കളിച്ചിട്ട്. അതാ മുബഷീറിൻ്റെ ഒരു അടിയുണ്ട്, ഞങ്ങളെ കൈയൊക്കെ ഭയങ്കര വെറുപ്പിക്കും. ഇതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ടാറ്റാ, ബൈ.